നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പറഞ്ഞു തുടങ്ങണമെന്നുണ്ട്. കോപ്പ ലിബർട്ടിയോസിലെ പാൽമേറസിനെ 1-0 ഡനീലോ 67-ാം മിനിറ്റ് നേടിയ ഗോളിൽ ഫ്ലമംഗോ 1-0 പാൽമേറസിനെ തോപ്പിച്ച് കോപ്പ ലിബർട്ടിയോസ് അടിച്ചിട്ടുണ്ട്. കൺഗ്രാലേഷൻസ് ടു ദം. കിടിലൻ വിജയം തന്നെ. സോ അതുപോലെ തന്നെയാണ് MLS ഫൈനലിലോട്ട് മെസ്സി കടന്നിരിക്കുകയാണ്. ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പ് അവരടിച്ചിരിക്കുകയാണ്. ഫൈനലിൽ വാൻകോവറിനെ ആയിരിക്കും നേരിടാൻ പോവുക തോമസ് മുള്ളറിൻ്റെ. സോ ന്യൂയോർക്ക് സിറ്റിനെ 5-1 തോപ്പിച്ചാണ് ഈസ്റ്റേൺ ചാമ്പ്യന്മാരായത്. സോ MLS കപ്പിന് ഫൈനലിൽ കടന്നിട്ടുണ്ട്. അപ്പുറത്ത് വാൻകോവർ 3-1 ജയിച്ചിട്ടുണ്ട്. വാൻകോവറുമായിട്ടാണ് ഫൈനലിൽ വരിക. ലെറ്റ്സ് സീ മെസ്സി വേഴ്സസ് മുള്ളർ ഫൈനൽ. സോ അവിടുന്ന് നമ്മൾ നേരെ മാച്ചിലോട്ട് കിടക്കുകയാണ്. സോ നമ്മൾ ഈ 3 മാച്ചുകളാണ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി മാച്ചുകളുടെ ഒരു അനാലിസിസ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരുന്നതാണ്. ആ സെക്കൻഡ് ചാനലിലോട്ടുള്ള ലിങ്ക് ഞാൻ പിൻ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ അവിടെ നമ്മൾ നേരെ ഇന്നലെ ബാർസലോണ മാച്ചിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ FC ബാർസലോണ ഇന്നലെ 3-1 അലബസിനെ തോപ്പിച്ചുകൊണ്ട് പോയിന്റ്സ് ടേബിളിൽ ഫസ്റ്റ് ആയിരിക്കുകയാണ്. റയൽ മാഡ്രിഡുമായിട്ട് ഇപ്പോൾ 2 പോയിന്റ് ലീഡ് നേടിയിട്ടുണ്ട്. റയൽ ഒരു മാച്ച് കുറവേ കളിച്ചിട്ടുള്ളൂ ഇന്ന് രാത്രി. ടെക്നിക്കലി നാളെ വെളുപ്പിന് 1:30 ജിറോണേനെ റയൽ നേരിടുന്നുണ്ട്. സോ ആ മാച്ചിൻ്റെ റിസൾട്ട് പോലെ ഇരിക്കും. ആ മാച്ചിൽ ഡ്രോ ആവുകയോ മറ്റോ ആണെങ്കിൽ ബാർസലോണ ടോപ്പിൽ തന്നെ നിൽക്കും. സോ നമ്മൾ ഇന്നലത്തെ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം മാച്ചിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം കാണാം ഹാൻസി ഫ്ലിക്കും റഫീനയ്ക്കും ഇടയിലുള്ള ഒരു ഇത്. ഹാൻസി ഫ്ലിക്ക് വളരെ വിഷമിച്ചിരിക്കുന്ന പോലത്തെ ഒരു സിനാരി. ഇപ്പോൾ പിക്ചർ വളരെ പോപ്പുലറാണ്. സോ ഹാൻസി ഫ്ലിക്ക് 100% സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്നാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ തോന്നുന്ന ഒരു കാര്യം. പക്ഷേ എനിക്ക് ഇന്നലെ പോസിറ്റീവ്സ് പറയാനായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ ലൈനപ്പ് നമ്മൾ പ്രതീക്ഷിച്ച കുറച്ച് ചേഞ്ചുകൾ കണ്ടൊരു മാച്ചാണ്. ഡിയോങ് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ലൈനപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു. പെഡ്രി സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റില്ലായിരുന്നു. ആൾ ബെഞ്ചിൽ നിന്ന് വന്ന് ലാസ്റ്റ് 30 മിനിറ്റ്സ് ഒരു നല്ല പ്രകടനം കൊടുക്കുകയും ചെയ്തു. പക്ഷേ കസാഡോ, മാർക്ക് ബെർണാലിനെയും ഡാനി ഓൾമോടൊപ്പമാണ് മിഡ്ഫീൽഡ് ഇറക്കിയത്. പക്ഷേ ആ ബാക്ക് ലൈൻ ആണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ഞാൻ എനിക്ക് കാണുമെന്ന് ആഗ്രഹമുള്ള ഒരു ബാക്ക് ലൈൻ ആയിരുന്നു. എറിക് ഗാർഷ്യ റൈറ്റ് ബാക്ക്, സെൻട്രൽ ബാക്സ് ആയിട്ട് കുബാർസി റൈറ്റ് സൈഡ് CB, അതുപോലെ തന്നെ ജെറാഡ് മാർട്ടിൻ ലെഫ്റ്റ് സൈഡ് CB, ബാൾഡെ ലെഫ്റ്റ് ബാക്ക്, ജോൺ ഗാർഷ്യ. സോ ഇന്നലെ ജെറാഡ് മാർട്ടിൻ ആസ് ലെഫ്റ്റ് സൈഡ് CB എൻ്റെ ഒരു ഒപ്പീനിയനിൽ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഇന്നലെ 8-7 ഡ്യൂവൽസും വിൻ ചെയ്തു. ഗ്രൗണ്ട് ഡ്യൂവൽസ് 5-3 ഏരിയൽ ഡ്യൂവൽസും വിൻ ചെയ്തു. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ 10-5 ആക്യുറേറ്റ് ലോങ് ബോൾസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയറാണ്. സോ പുള്ളി ഒരു CB ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് CB ആയിട്ട് പരീക്ഷിച്ചുകൂടെ. കാരണം നമ്മുടെ ടീമിലെ ഒരു നാച്ചുറൽ ലെഫ്റ്റ് ഫുട്ടർ പുള്ളിയേ ഉള്ളൂ CB കളിക്കാൻ കപ്പാസിറ്റിയുള്ളൂ. സോ കുബാർസി ആയിട്ട് റൈറ്റ് സൈഡ് CB മച്ച് കംഫർട്ടബിൾ ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ആൾ പെർഫോം ചെയ്തത്. ഇപ്പോൾ നാച്ചുറൽ ലെഫ്റ്റ് ഫുട്ടറും റൈറ്റ് ഫുട്ടറും റൈറ്റ് CBയും റൈറ്റ് സൈഡ് CBയും ലെഫ്റ്റ് സൈഡ് CBയും കളിക്കാനുള്ളത് കഴിഞ്ഞ നമ്മൾ അത്ലറ്റിക് ബിൽബാവോ മാച്ചിലും കണ്ടിരുന്നു, ഈ മാച്ചിലും കണ്ടിരുന്നു. നമ്മുടെ ബിൽഡപ്പ് ഒക്കെ മച്ച് ബെറ്റർ ആണ്. കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം റിക്കവറി പേസ് ഉള്ളതും ഹെൽപ്ഫുൾ ആണ്. രണ്ടുപേരും നാച്ചുറൽ റോളിൽ കളിക്കുന്നത്. എസ്പെഷ്യലി കുബാർസി റൈറ്റ് സൈഡ് CB കളിക്കുമ്പോൾ ഹി ലുക്സ് മച്ച് ബെറ്റർ. ജെറാഡ് മാർട്ടിൻ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ടും പുള്ളിക്ക് ആ ഒരു കഴിവുള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് ഹി വാസ് ഗുഡ്. ഇന്നലെ നമ്മൾ അത്യാവശ്യം ഓഫ് സൈഡ് ട്രാപ്പുകൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇഷ്യൂസ് ഉണ്ട്, കംപ്ലീറ്റ് ആണെന്നോ മറ്റോ ഒന്നും അല്ല പറയും. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ നമ്മൾ ചാൻസുകൾ കൺസീഡ് ചെയ്യും. അത് ഇന്നലത്തെ മാച്ചിലും ഉണ്ടായിരുന്നു. നമുക്ക് ഒപ്പോണെ ഔട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള സിനാരിയാണ്. നമ്മുടെ നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസിഷൻസ് കുറയ്ക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഹാഫിൽ 2-3 സിനാരിയോസ് ഉണ്ടായിരുന്നു. അവർ നമ്മളെ ഹിറ്റ് ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് മൊമെന്റ്സിൽ 1-2 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ഡിഫൻസീവ് ട്രാൻസിഷൻസ് മാക്സിമം, എസ്പെഷ്യലി ഫൈനൽ തേർഡിലോട്ട് അവർ വരുന്നത് സിറ്റുവേഷൻസ് നമുക്ക് ഇതിന് മുമ്പത്തെ നമ്മുടെ മോശം പ്രകടനം വന്ന ഇഷ്ടംപോലെ മാച്ചുകളുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആയിരുന്നു. നമ്മുടെ കൗണ്ടർ പ്രസ് ഇന്നലെ ടോപ്പ് നോച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് ബോളുകൾ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് സക്സസ്ഫുൾ ആവുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഗുഡ് ടു സി. കസാഡോ ഇൻ മിഡ്ഫീൽഡ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ഉണ്ടായിരുന്നു. ഓൾമോടെ പ്രോബ്ലി ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. 2 ഗോളും കൂടാതെ ആളുടെ ഓഫ് ദ ബോൾ വർക്കുകളൊക്കെ അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ മാർക്ക് ബെർണാൽ നമുക്കൊരു 45 മിനിറ്റ്സ് കിട്ടി. നമുക്കറിയാം 15 മാസങ്ങൾക്ക് ശേഷമാണ് ആളൊരു സ്റ്റാർട്ട് കിട്ടുന്ന പോലും ഈ 18 വയസ്സാണ്. സോ പതുക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഓവർലി നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും പാടില്ല. കാരണം ബെർണാലിന് മാച്ച് ടൈം കിട്ടി വരേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സേഫ് ഗെയിമാണ് ആൾ കളിച്ചത്. പക്ഷേ ആളുടെ പൊസിഷനിങ് ഇന്നലെ ടോപ്പായിരുന്നു. അത് എടുത്തു പറയേണ്ട ആവശ്യമാണ്. സോ ഇന്നലത്തെ മാച്ചിൽ നമുക്ക് പണി കിട്ടിക്കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. എടുത്തു പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ട കാര്യം ഒരു കോർണർ കിക്ക് അവർ ഫസ്റ്റ് അതായത് സെൻട്രൽ ലൈൻ ടച്ച് അവർ ഗോൾ കീപ്പറിലോട്ട് പോകുന്നു. അവർ ഗോൾ കീപ്പർ ക്ലിയർ ചെയ്യുന്നത് നേരെ വന്ന ഒരു കോർണർ വിൻ ചെയ്യണം. ആ കോർണർ കിക്ക് എടുക്കുന്നു. കസാഡോയുടെ ഒരു പുവർ പീസ് ഓഫ് ക്ലിയറൻസ്, അക്രോബാറ്റിക് ക്ലിയറൻസ് അറ്റംപ്റ്റ് ആയിരുന്നു. അത് നേരെ അവരുടെ പ്ലെയറിനെ കാലിലോട്ടാണ് വരുന്നത്. അവിടെ കസാഡോ തന്നെ ആ പ്ലെയറിനെ ഓൺ സൈഡ് ആക്കുന്നുണ്ട്. അവർ ഈസിലി അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സിനാരി വരുവാണ്. 1-0 പുറകിൽ പോകുന്നു. ഓക്കെ, 1-0 പുറകിൽ പോയി. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തന്നെ റിയാക്ട് ചെയ്യാനായിട്ടൊരു ടൈം കിട്ടിയില്ല. സോ നമ്മൾ അതൊക്കെ ഗെയിമിലോട്ട് പിന്നീട് വരുന്നതാണ്. 1-2 സിറ്റുവേഷൻസിൽ നമ്മളവരെ തട്ടാനായിട്ട് തുടങ്ങി. ഓക്കെ, വി ആർ ഗോയിങ് ടു സ്കോർ എന്നുള്ള സിനാരിയോസ് ക്രിയേറ്റ് ചെയ്തു. അതിന് എടുത്തു പറയേണ്ട കാര്യം റഫീന അപ്പ് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം റഫീന പിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ടീമിന് കിട്ടുന്ന മെൻ്റൽ ബൂസ്റ്റ് പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. കാരണം പുള്ളി ഒരു നാച്ചുറൽ ലീഡർ അപ്പ് ഫ്രണ്ടാണ്.
പ്രസ്സിങ് ഇൻറ്റൻസിറ്റി, ആ പ്രസ്സിങ് സ്ട്രക്ചർ തുടങ്ങുന്ന പുള്ളിയിൽ നിന്നാണ്. കൂടാതെ കൂടെയുള്ള ടീംമേറ്റ്സിനെയും പുള്ളി അപ്പിയും. അത് ഇന്നലത്തെ മാച്ച് നമുക്ക് കാണാം. എസ്പെഷ്യലി ലെമീൻ യമാൽ വിത്ത് റഫീന ഓൺ ദ പിച്ച്. ലെമീൻ യമാലിൻ്റെ വർക്ക് ലോഡ് മാസീവ്ലി ഇമ്പ്രൂവ് ആവും, നമ്മൾ കാണുന്നതാണ്. കാരണം പുള്ളി തന്നെ ആ ടീമിൽ മോട്ടിവേഷൻ കൊടുക്കും, എല്ലാ പ്ലേയേഴ്സിനെയും ഫോഴ്സ് ചെയ്യും. അതാണ് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ. ശരിക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ക്യാപ്റ്റൻ ഇപ്പോൾ ടെർ സ്റ്റെഗൻ നെക്സ്റ്റ് സമ്മർ പോകുന്നതാണ് കേൾക്കുന്നത്. പോവുകയാണെങ്കിൽ ഷുഡ് ബി റഫീന. എൻ്റെ ഒരു ഒപ്പീനിയൻ. അറോഹവും ഡിയോങ്ങും മോശമാണെന്നല്ല, ബട്ട് റഫീന ഷുഡ് ബി അവർ ക്യാപ്റ്റൻ വിത്തൗട്ട് എ ഡൗട്ട്. കാരണം ഇന്നലത്തെ ആ ഗോൾ വന്ന സിനാരി നിങ്ങൾ നോക്കുക, നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നത് നേരെ ബാളിലോട്ട് ബോൾ ചെല്ലുകയാണ്. അവിടെ റഫീന ആ സ്പേസ് കാണുന്നു, അങ്ങോട്ടേക്ക് റണ്ണ് നടത്തുന്നു, റഫീനെ ഫൈൻഡ് ചെയ്യുന്നു, റഫീനയുടെ കട്ട് വരികയാണ്. അത് ശരിക്കും ലെവൻഡോസ്കി മിസ് ചെയ്യുന്നു, ഓൾമോയും മിസ് ചെയ്യുന്നു, നേരെ യമാലിൻ്റെ കാലിലോട്ടാണ് ചെല്ലുന്നത്. യമാൽ ഫിനിഷ് ചെയ്യുകയാണ്. ബാർസലോണ 1-0 ലീഡ് എടുക്കുകയാണ്. അതിന് ഇന്നലെ യമാലിൻ്റെ പെർഫോമൻസ് ഞാൻ ഇതാണ് പറഞ്ഞത്. ഇന്നലെ ആള് ധാരാളം ഡ്യുവൽസ് വിൻ ചെയ്തു. 23-ൽ 16 ഡ്യുവൽസും ആൾ വിൻ ചെയ്തു, ഗ്രൗണ്ട് ഡ്യുവൽസ്. അങ്ങനെ ആൾ ഇന്നലെ ധാരാളം 10ഓളം ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി. സോ യമാലിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ 8ഓളം റിക്കവറീസും ആളുടെ ഭാഗത്തു നിന്നുണ്ടായി. സോ ഡിഫെൻസീവ്ലി ഹി വാസ് ഇൻ ദ ഗെയിം. യമാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഞാൻ പറയത്തില്ല. ഒഫൻസീവ്ലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു യമാലിന് ഈ മാച്ചിലും. ഇഷ്യൂസ് എന്നല്ല പറയേണ്ടത്, പക്ഷേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. യമാലിൻ്റെ കാര്യം ബോൾ എടുത്തുകൊണ്ട് പോയത് മറ്റൊക്കെ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഇതിലും ബെറ്റർ യമാൽ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല, പക്ഷേ ഡിഫെൻസീവ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ യമാൽ ഓരോ മാച്ച് കഴിയുന്നതോറും ഗെയിമിലോട്ട് വരുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിലും അത് എടുത്ത് കാണാനായിട്ടുണ്ടായി. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം മൊമെന്റ്സ്. ഇപ്പം നമ്മൾ ഡോമിനേറ്റ് ചെയ്ത ഗെയിമാണ്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി നമ്മൾ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തൊരു ഗെയിം തന്നെയാണ് ഇത് ഓവറോൾ നോക്കുമ്പോഴേക്കും. പക്ഷേ മൊമെന്റ്സ് അവർക്ക് കിട്ടി. പക്ഷേ നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസാക്ഷൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു. എസ്പെഷ്യലി നമ്മൾ മിഡ്ഫീൽഡ് വെച്ചും ഹയർ ഓഫ് ദ പിച്ചസ് വെച്ച് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 2-3 സിനാരിയോസിൽ അവർ അവിടെ പ്രസ് ബീറ്റ് ചെയ്തു. സോ ആ 1-2 സിനാരിയോ ആണ് ഇത്. നമ്മുടെ ഹൈ ലൈൻ നിൽക്കുന്നു, നമ്മുടെ പ്രസ് അവർ മിഡ്ഫീൽഡ് വെച്ച് ബീറ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലൂടെ ഒരു പാസ് വരികയാണ്, എറിക് ഗാർഷ്യ റൺ ചെയ്യുന്നു, അവിടെ ട്രാക്ക് ബാക്ക് ചെയ്ത് അവിടെ എത്തുകയാണ്. സോ ഈ ഒരു കേസ് സിനാരിയോ അല്ലേ, നമ്മുടെ ഹൈ ലൈൻ ബ്രേക്ക് ചെയ്ത് അവരെ ഇൻ ബിഹൈൻഡ് റൺ നടത്തി വന്നല്ലോ ഒരു ട്രാൻസിഷനിൽ. ഈ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് ജെറാഡ് മാർട്ടിൻ കുറച്ച് സ്ലീപ്പ് ചെയ്ത ഈ ഒരു മാച്ചിൽ. സോ ഈ ഒരു മൊമെൻറ്റിൽ അവിടെ ആ പാസ് റിലീസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ജെറാഡ് മാർട്ടിൻ ആ 2 പ്ലേയേഴ്സിനെ അവിടെ ഫ്രീ ആക്കി നിർത്തുന്നതാണ്. ജെറാഡ് മാർട്ടിൻ അറ്റ്ലീസ്റ്റ് ഷുഡ് ഹാവ് ഡൺ ബെറ്റർ ദർ. അവിടെ റിയാക്ട് ചെയ്യാൻ സ്ലോ ആണ്, ബാളിൻ്റെ ഫ്രെയിമിൽ പോലും വന്നിട്ടില്ല. സോ ആൾ ആ പാസ് ഫൈൻഡ് ചെയ്യുന്നു, ഫസ്റ്റ് പ്ലെയറിനെ അത് മിസ്സാക്കുവാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ജോൺ ഗാർഷ്യ ചാടി ആൾ ഗ്രൗണ്ടിൽ വീണു. ആൻഡ് സെക്കൻഡ് ബാക്കിൽ നിൽക്കുന്ന ഫാർ പോസ്റ്റ് നിൽക്കുന്ന പ്ലെയറിലോട്ട് ബോൾ ചെല്ലുകയും ആൾ എടുക്കുന്ന ഷോട്ട് ഗ്രൗണ്ടിൽ ഓൾറെഡി കിടക്കുന്ന ജോൺ ഗാർഷ്യ സേവ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പം കാണാം 1-1.5 എന്താ പറയുക റിയാക്ഷൻ ആയിരുന്നു ആളുടെ. ഇന്നലെ ജോൺ ഗാർഷ്യ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗെയിം പാളിയാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു മൊമെൻ്റ് അത് ഞാൻ കാണിക്കാം. ബട്ട് ജോൺ ഗാർഷ്യ ഇന്നലെ ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഇതൊരു ഡ്രോയോ ഹൂനോസ് ഈ 2-1 ലീഡ് അവർ എടുക്കുമായിരുന്നെങ്കിൽ കളി ചിലപ്പം കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോയനല്ലേ. സോ അവിടെ ജോൺ ഗാർഷ്യ നമ്മളെ രക്ഷിക്കുന്നു. അതിന് എടുത്തു പറയേണ്ട കാര്യമാണ് കുറച്ച് മൊമെൻറ്റ്സിന് ശേഷം രണ്ടാമത്തെ ഗോൾ വന്ന സിനാരിയോ. അവിടെയാണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ ജെറാഡ് മാർട്ടിൻ ഒരു നാച്ചുറൽ ലെഫ്റ്റ് ഫുട്ടർ അവിടെ കളിക്കുമ്പോൾ ഒരു ഗുണം. ജെറാഡ് മാർട്ടിൻ്റെ പാസിംഗ് റേഞ്ചും വിസിബിൾ ആണ് ഇവിടെ. ജെറാഡ് മാർട്ടിൻ്റെ ബോൾ ഓവർ ദ ടോപ്പ്, റഫീനയുടെ റൺ ആൾ കാണാൻ സൂപ്പർ ബോൾ ഓവർ ദ ടോപ്പ് ടു ഫൈൻ റഫീന. ആൻഡ് റഫീന അത് ബോക്സിലോട്ട് കട്ട് ചെയ്യാണ്, ഓൾമോ റണ്ണ് നടത്തി വരുന്നു. ആൻഡ് ഓൾമോ വന്ന് അത് ഫിനിഷ് ചെയ്യുകയാണ്. ബാർസലോണ 2-1 ലീഡ് ഹാഫ് ടൈമിന് മുമ്പ് എടുക്കുകയാണ്. ബാർസലോണ കംഫർട്ടബിളി 2-1 സിനാരിയോയിൽ നിൽക്കുകയാണ്. അവിടെ ജെറാഡ് മാർട്ടിൻ്റെ പാസ് ടു റിലീസ് റഫീന. ആൻഡ് റഫീന ഓൾവേസ് ലുക്സ് ഫോർ ദ സ്പേസ്. പുള്ളി എപ്പോഴും ഫാൻസി ട്രിപ്പിളിന് വരെ ബോൾ ഡിമാൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് വരാം. അത് സ്പേസ് ഉണ്ടെങ്കിൽ ഹി വിൽ മേക്ക് ദാറ്റ് റൺ. അതാണ് റഫീനെ സ്പെഷ്യൽ ആക്കുന്നത്. ആൻഡ് റഫീനയുടെ ഒരു കട്ട് ഓൾമോ ഫിനിഷ് ചെയ്യുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ കൂടുതൽ അറ്റാക്ക് വരുവാണ്. നമ്മൾ റഫീന പിച്ചിലുള്ളപ്പോൾ വി ആർ നോട്ട് ടു മച്ച് ഡിപ്പെൻഡൻറ്റ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ്. ക്രിയേറ്റിവിറ്റിക്ക് ഉണ്ട്. ലെഫ്റ്റിലൂടെ ധാരാളം അറ്റാക്കുകൾ വരാൻ ബാളിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് ഹാഫ് ടൈമിന് മുമ്പ് കളി കില്ല് ചെയ്യാനായിട്ട് പറ്റിയൊരു അവസരമായിരുന്നു. അവിടെ ബോൾ വിൻ ചെയ്യുന്നു, യമാൽ നേരെ ലെവൻഡോസ്കിയിലോട്ട് കൊടുക്കുന്നു. ലെവൻഡോസ്കി യമാലിന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. യമാൽ ഗോൾ കീപ്പറിനെയും ബീറ്റ് ചെയ്തിട്ട് ഒരു സിറ്റർ മിസ് സാധനം ടാർഗറ്റിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ 3-1 ആക്കുമായിരുന്നെങ്കിൽ കളി നമുക്ക് അവിടെ തന്നെ കംഫർട്ട് ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്താമായിരുന്നു. സോ എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെ കളി നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. 2-1 തന്നെ നിൽക്കുന്ന ഹാഫ് ടൈം ആവുകയാണ്. സോ ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെവൻഡോസ്കി മേ ബി ആഴ്ചയിൽ ഒരു 3 ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫിറ്റ്നസ് ഇപ്പോൾ ലെവൻഡോസ്കിക്കില്ല. ലെവൻഡോസ്കി മോശമായിട്ട് കളിക്കുന്നു. ലെവൻഡോസ്കി ഇപ്പോഴും ആ ഫിനിഷിങ്ങും അബിലിറ്റീസും എല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ലെവൻഡോസ്കി ഈസ് നോട്ട് ദാറ്റ് ഓൾ ലെവൻഡോസ്കി. ആൾ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ടൈം കൂടുതലാണ് ആൾക്ക്. ചില സിറ്റുവേഷൻസിൽ ബോൾ കാലി കിട്ടിയത് പുള്ളി കുറച്ച് സ്ലോ ആണ് റിയാക്ട് ചെയ്യാനായിട്ട്. അത് ഏജ് ക്യാച്ചപ്പ് ചെയ്യുന്നതിന് നമുക്കറിയാം, അത് സിനാരിയോസ് വരും. സോ മേ ബി നെക്സ്റ്റ് സമ്മർ വി നീഡ് എ ഗുഡ് സ്ട്രൈക്കർ എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. ആൻഡ് ഫെറാൻ ടോറസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ നോ. മേ ബി ഓഫ് ദ ബെഞ്ച് നോട്ട് ബാഡ്, ബട്ട് ഫെറാൻ ടോറസ് ഒരു സ്റ്റാർട്ടിംഗ് സ്ട്രൈക്കറായിട്ട് മേ ബി ലീഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ റൈറ്റ് നൗ ഇല്ലെന്ന് പറയേണ്ടി വരും. സോ അവിടെ നമ്മൾ നെക്സ്റ്റ് സമ്മർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഡോമിനേഷനാണ്.
ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് 75 മിനിറ്റ് വരെ നമ്മുടെ അവർ കാര്യമായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി അവർ ഡോമിനേഷൻ. സോ ഇതിൻ്റെ ഇടയ്ക്ക് പെഡ്രി വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു. റഫീനേനെ നമ്മൾ 60-ാം മിനിറ്റ് മാറുന്നു, പെഡ്രി പിച്ചിലോട്ട് വരുന്നു, റൈറ്റ് മൂവ്, ഫെറാൻ ടോറസ് വരുന്നു. സോ പെഡ്രി വരുമ്പോൾ അന്യായ ഓവേഷനാണ്. പെഡ്രി വന്നതിന് ശേഷം നമ്മൾ ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യണം, അന്യമായിട്ട് ടെമ്പോ കൺട്രോൾ ചെയ്യണം. ഇതിനിടയ്ക്ക് എറിക് ഗാർഷ്യയ്ക്ക് മോന്തയ്ക്ക് വീണ്ടും ഒരു അടി കിട്ടി. അതിനകത്ത് തന്നെ പുള്ളിനെ മാറ്റി സെക്കൻഡ് ഹാഫ് കുണ്ടെ റൈറ്റ് ബാക്കായിട്ട് വരുന്നുണ്ട്. കൂടാതെ ബെർണാലിനെ പുള്ളി മാറ്റുന്ന ഒരു സിനാരിയോ ഉണ്ട്, റാഷ്ഫോർഡിനെയും പുള്ളി പിച്ചിലോട്ട് ഇറക്കുന്നു. സോ സെക്കൻഡ് ഹാഫിൽ ശരിക്കും ഓൾമോയും അതുപോലെ തന്നെ കസാഡോയും റഫീൻ, ഇതായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡ് 3 ടെക്നിക്കലി പറയാനായിട്ടാണ്. സോ പെഡ്രി പിച്ചിലോട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസലോണയ്ക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയതാണ് ഡാനി ഓൾമയ്ക്ക് വീണ്ടും ഗെയിം സീൽ ഓഫ് ചെയ്യാനായിട്ട്. സോ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പാവ് കുബാർസിയാണ് ആ ഒരു കുണ്ടയുടെ റണ്ണ് കാണുന്നു. റൈറ്റ് വെയിറ്റേജിൽ കുണ്ടയ്ക്ക് ബോൾ ആൾ ഇട്ട് കൊടുക്കുന്നു. ആൻഡ് കുണ്ടയുടെ കട്ട് ഇൻ ടു ദ ബോക്സ്, അവിടെ ഓൾമോ വരികയാണ്. ഓൾമോ എടുക്കുന്ന ഷോട്ട് വൈഡിലൂടെ പോവാണ്. ഹി ഷുഡ് ഹാവ് ഫിനിഷ് ദാറ്റ്. അവിടെ അത് ഫിനിഷ് ചെയ്യുമായിരുന്നെങ്കിൽ 3-1 ആക്കാനാണ് യമാലിന് കിട്ടിയ ചാൻസ്, ഈ ഒരു ചാൻസ്. സോ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസിഷൻസ് കുറയ്ക്കാൻ സാധിച്ചു ഈ മാച്ചിൽ. പക്ഷേ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല. അത് കൺവേർട്ട് ചെയ്തില്ല. അവസാനം നമുക്ക് പണിഷ്മെൻറ്റ് ചിലപ്പം കിട്ടിയാൽ ആ ചാൻസ് ഇപ്പം അവിടെ 2-1 നിൽക്കുന്ന സിനാരിയോ ആണ്. ഇതിന് ശേഷം തൊട്ടടുത്ത നിമിഷം ഗെയിമിലെ സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് ചാൻസ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ പിച്ചിൽ ഇറങ്ങുന്നു, അവിടെ ബോൾ ഓവർ ദ ടോപ്പ് പോവുകയാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ. അവിടെ വരുന്ന ബാളിൻ്റെ അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യുന്നു, റൈറ്റ് ആയിട്ടുള്ള റണ്ണ് നടത്തുന്നു. അവരുടെ വൈഡിലെ പ്ലെയറിലോട്ട് ബോൾ വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പാവ് കുബാർസി റണ്ണ് നടത്തി വരുന്നതാണ്. പാവ് കുബാർസി അവളുടെ ഒപ്പം നിൽക്കുന്ന സ്ട്രൈക്കറിനോടൊപ്പം ബ്ലൈൻഡ് സൈഡറാണ്. പുള്ളിക്ക് ആ സ്ട്രൈക്കറിന് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നില്ല. സോ അവിടെ വൈസ്ലി പാവ് കുബാർസി ഒരു ചെറിയൊരു ഒരു സീറ്റ് എന്ന് വേണേൽ പറയാം, ഒരു ചെറിയൊരു സ്മോൾ സീ പോലെ എടുക്കുന്നു. അവിടെ ആ സ്ട്രൈക്കറിലോട്ടുള്ള വിഷൻ ആൾക്ക് കിട്ടുക. സോ ആളുടെ ബ്ലൈൻഡ് സൈഡിൽ നിന്ന് സ്ട്രൈക്കർ വരാതിരിക്കാൻ, ഓക്കെ ബോളും തനിക്ക് കാണണം, തൻ്റെ സ്ട്രൈക്കറിനെയും കാണും. സോ ആളവിടെ സ്ട്രൈക്കറിനെ തന്നോടൊപ്പം ആക്കുന്നു ആ ഒരു ചെറിയൊരു മൂവ്മെൻറ്റിലൂടെ. നിങ്ങൾക്ക് കാണാം, ആ കട്ട് ബോക്സിലോട്ട് വരുമ്പോഴേക്കും ആ ഒരു ഷോട്ട് ആ പ്ലെയർ എടുക്കുന്നത് കുബാർസി ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ആ ഷോട്ട് കുബാർസി ബ്ലോക്ക് ചെയ്യുകയാണ്. ആ ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ദാറ്റ് ഷോട്ട് വാസ് ഓൺ ടാർഗറ്റ്. ഹൂ നോസ് അവിടെ ഗാർഷ്യയ്ക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ഒരു ഫസ്റ്റ് ചാൻസാണ്, അതവർ കൺവേർട്ട് ചെയ്യുമായിരുന്നു. അവിടെ 2-2 ആക്കിയാണ്. അതിനുശേഷം ക്രിസ്ത്യൻസൺ വരുവാണ്, കുബാർസിനെ മാറ്റുകയാണ് 84-ാം മിനിറ്റിൽ. ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ ഓഫ്സൈഡ് ട്രാപ്പ് വീണ്ടും അവർ ബ്രേക്ക് ചെയ്യുന്നത്. അവിടെ ക്രിസ്ത്യൻസനും ജെറാർഡ് മാർട്ടിനും ആ വൈഡ് നിൽക്കുന്ന 2 പ്ലേയേഴ്സിനെ ഓഫ്സൈഡ് ആക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു കേസ് സിനാരിയോ നിങ്ങൾക്ക് കാണാം, കുണ്ടെ വാസ് സ്ലോ ടു റിയാക്ട് ദർ. കൂടെ എടുത്തു പറയേണ്ട കാര്യം ബാൾഡെയാണ്. ബാൾഡെ അവിടെ ആ 2 പ്ലേയേഴ്സിനെ ഓൺ സൈഡ് ആക്കുകയാണ്. അവിടെ ആ പാസ് റിലീസ്ഡ് ആവുകയാണ്. നമ്മുടെ ഓഫ്സൈഡ് ട്രാപ്പ് അവർ ബ്രേക്ക് ചെയ്യുന്നു. അവിടെ ജോൺ ഗാർഷ്യയ്ക്ക് അഗേൻസ്റ്റ് 1-on-1 വരുന്നു. വീണ്ടും ജോൺ ഗാർഷ്യ സേവ് ചെയ്യാണ്. അവിടെ റെഫറി ഓഫ് സൈഡ് വിളിച്ചെങ്കിലും നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം, VARലോട്ട് പോകുമായിരുന്നെങ്കിൽ അത് ഓൺ സൈഡായി ഗോൾ കൊടുത്തേനെ. അവിടെ ബാൾഡെ ആ 2 പ്ലേയേഴ്സിനെ ഓഫ് സൈഡ് ആക്കുന്നുണ്ട്. സോ ഓൺ സൈഡ് ആക്കുന്നുണ്ട്. ആൻഡ് ജോൺ ഗാർഷ്യയുടെ ഒരു കിടിലൻ സേവ്, ബാർസനെ സേവ് ചെയ്യാം. പിന്നെയാണ് ആ ആഡ് ഓൺ ടൈമിൽ ആ വിന്നർ ഗോൾ വരുന്നത്. ബോൾ അവിടെ യമാലിലോട്ട് ബോൾ പോകുന്നു. ഓൾമോ യമാലിനെ ഫൈൻഡ് ചെയ്യുന്നു. തിരിച്ച് യമാൽ ഓൾമോയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് ഓൾമോയുടെ ഒരു കിടിലം ഫിനിഷ്. ബാർസലോണ 3-1 എന്നുള്ള കംഫർട്ടബിൾ ലീഡിൽ അവസാനം ഓൺ പേപ്പർ 3-1 കംഫർട്ടബിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ് വാസ് നോട്ട് എ കംഫർട്ടബിൾ മാച്ച് അല്ലേ. നമുക്ക് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു ഓവറോൾ. പക്ഷേ എന്നാലും സിനാരിയോസ് ഉണ്ടായിരുന്ന കളി നമ്മുടെ കയ്യിൽ നിന്ന് പോകായിരുന്നു. സോ ഇതാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ വി ആർ ഗോയിങ് ടു കൺസീഡ് ചാൻസസ്. അതൊരു ഫാക്റ്റാണ്. നമുക്ക് ഔട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മേ ബി ഫ്ലിക്കിന് ഏറ്റവും ദേഷ്യം വന്ന അതായിരിക്കാം, നമ്മൾ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതായിരിക്കാം. മോർ ദാൻ ദാറ്റ് നമ്മൾ ഡിഫെൻസീവ്ലി ഓവർ കുറ്റം പറയാനില്ല. കാരണം പുള്ളി ഹൈലൈൻ വിട്ട് കളിക്കത്തില്ല. നമ്മുടെ കൗണ്ടർ പ്രസ് ഇന്നലെ ടോപ്പായിരുന്നു. പുള്ളി ഹൈലൈൻ വിട്ട് കളിക്കാനും പോകുന്നില്ല. സോ ഈ ഒരു ഫിലോസഫി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ക്യാൻ വി ഔട്ട് സ്കോർ ദം? നമ്മൾ ക്ലിനിക്കൽ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് 1-2 നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ മേ ബി ജോഫ്രെ ടോർജനെ ഇന്നലെ നമ്മൾ കണ്ടില്ല. മേ ബി ആ 2-1 നിൽക്കുന്നതിനാലായിരിക്കാം ബാൾഡേനെ ഫുൾ 90 മിനിറ്റ്സ് കളിപ്പിച്ചു. ട്യൂസ്ഡേ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാനായിട്ട് പോവാണ്. ഓക്കെ, ബാൾഡേനെ അവർ പുള്ളി 90 മിനിറ്റ്സും കളിപ്പിച്ചു. ജോഫ്രെ ടോർജനെ ഇന്നലെ പിച്ച് കണ്ടുപോലുമില്ല. കൂടാതെ കഴിഞ്ഞ 3 മാച്ചുകളായിട്ട് റൂണി ബർദാജയ്ക്ക് 1 മിനിറ്റ് പോലും കിട്ടിയിട്ടുമില്ല. സോ അതും കൺസേണിങ് ആണോ എന്ന് ചോദിച്ചാൽ ടു ആൻ എക്സ്റ്റെൻഡ് യമാലിനെ ഫുൾ 90 മിനിറ്റ്സ് കളിപ്പിക്കുന്നത് കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഒരു 3-1 വിക്ടറി നേടി. ഞാൻ പറഞ്ഞു, നമ്മൾ ബാർസലോണ ഫാൻസ് ഓരോരോ മാച്ച് വെച്ച് നോക്കിയാൽ ബൈ ജാനുവരി നമുക്ക് ലീഗ് ടോപ്പായിട്ട് നിൽക്കാൻ പറ്റുമോ? നമുക്ക് റൗണ്ട് ഓഫ് 60 നമുക്ക് ഓരോ ചാമ്പ്യൻസ് ലീഗ് ഇപ്പം നമ്മൾ അടിക്കും എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത് നമ്മൾ ഓൺ പേപ്പർ ഫേവറേറ്റ്സ് പോലെയല്ല. നമുക്ക് ഇഷ്ടം പോലെ ഫ്ലോസ് ഉണ്ട്. ഈ ഇന്നലത്തെ മാച്ച് ഈവൻ ദോ ഓവറോൾ ബെറ്റർ ആണെന്ന് പറഞ്ഞാൽ ഈ മാച്ച് വെച്ച് ലെറ്റ്സ് ഒരു വീണ്ടും നമ്മൾ ചെൽസിനെ നേരിടാൻ പോവുകയാണെങ്കിൽ ജയിക്കണമെന്നില്ല. അവർ നമ്മളെക്കാളും ഫിസിക്കലി എല്ലാം ഡോമിനേറ്റ് ആയിട്ട് കളിക്കാം. പിന്നെ നമ്മൾ ഈ മാച്ച് കൺസിഡർ ചെയ്ത ചാൻസ് ഒക്കെ അവർക്ക് കിട്ടിയാൽ അവർ മേ ബി കൺവേർട്ട് ചെയ്യാം. നമ്മൾ അവർ ഔട്ട് പ്ലേ തന്നെ ചെയ്യുമായിരിക്കാം. പക്ഷേ നമ്മൾ ഓരോരോ മാച്ച് വെച്ച് നോക്കുക. നമ്മുടെ ടീമിൽ ഇഷ്ടംപോലെ ഫ്ലോസ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ 1 ബൈ മാച്ച് വെച്ച് പോവാം. ലെറ്റ്സ് എവിടെ എത്തുമെന്ന് നമുക്ക് ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് നോക്കാം. അതാണ് നമുക്ക് റൗണ്ട് ഓഫ് 16 ഇപ്പോൾ എയിം ചെയ്യാം. റൗണ്ട് ഓഫ് 16 എങ്ങനെയും ബാർസ എത്തുക.
അതിനുശേഷം ബൈ ജാനുവരി നമുക്ക് ലീഗിൽ ടോപ്പിൽ നിൽക്കാൻ സാധിക്കും. ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിന്റ്, അല്ലെ സെയിം ഈക്വൽ പോയിന്റ്സ് എങ്കിൽ ഈക്വൽ പോയിന്റ്സ് നിൽക്കാൻ സാധിക്കുമോ വിത്ത് റയൽ മാഡ്രിഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെ അവിടുന്ന് മറ്റൊരു മാച്ച്, സിറ്റിയുടെ മാച്ച് ഇന്നലെ പ്രീമിയർ ലീഗ് ടച്ച് ചെയ്യാനായിട്ടാണ്. സിറ്റി ഇന്നലെ ലീഡ്സിന് അഗേൻസ്റ്റ് 3-2 വിക്ടറി ആയിട്ട് ലീഗിൽ സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇന്നലത്തെ മാച്ച് കംഫർട്ടബിൾ ആവും എന്നുള്ളൊരു സിനാരിയോ എന്നുകൊണ്ട് സിറ്റി ബോട്ടിൽ ചെയ്തതാണ്. അവസാനം ഫോളനാണ് ടീമിനെ രക്ഷിച്ചത്. സോ മാച്ച് തുടങ്ങുന്നതും ഫോളൻ്റെ ഗോളിലൂടെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ബെർണാഡോ മത്തേസ് നുനസും കമ്പൈൻ ചെയ്യുന്നു. മത്തേസ് നുനസിനോട് ബെർണാഡോ ബോൾ റിലീസ് ചെയ്യുന്നു. മത്തേസ് നുനസിൻ്റെ ക്രോസ് ഇൻ ദ ബോക്സ്, അവിടെ വന്ന് ഫോളൻ അത് ഫിനിഷ് ചെയ്യാണ്. സിറ്റി 1-0 ഒരു ലീഡ് എടുക്കുകയാണ്. പിന്നീട് സിറ്റിക്ക് ഒരു കോർണർ ലഭിക്കുന്നു. കോർണർ എടുക്കുന്നു, അത് നിക്കോ റെയിലിയുടെ ഹെഡർ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. നേരെ ഗോർഡിയോളിൻ്റെ കാലിട്ടിരുന്നു. ആൻഡ് ഗോർഡിയോൾ അത് കൺവേർട്ട് ചെയ്ത് 2-0 ലീഡാക്കുകയാണ്. ആൻഡ് ഹാഫ് ടൈമിന് മുമ്പ് സിറ്റിക്ക് 3-0, 4-0, 5-0 ആക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. സിറ്റി അത് കൺവേർട്ട് ചെയ്തില്ല. സോ അത് ഇന്നലെ എടുത്തു പറയേണ്ട കാര്യമാണ്. ആൻഡ് സിറ്റി ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ബെർണാഡോ സിൽവാനെ ഫ്രണ്ട് ത്രീയിലോട്ട് ആളിടുന്ന ഒരു സിനാരിയോ ഉണ്ട്. റൈൻഡേഴ്സ് മിഡ്ഫീൽഡിലോട്ട് വരുന്ന ഒരു സിനാരിയോ കണ്ടു നമ്മൾ ഫോർഡനും ഗോൺസാലസിനോടൊപ്പം. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ സെക്കൻഡ് ഹാഫിലാണ് കളി മാറിയത്. കാരണം കാൽവിറ്റ് ലൂവിനെ ലീഡ്സ് പിച്ചിലോട്ട് ഇറക്കി. ആള് കോൺസ്റ്റന്റ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. സോ ആ ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്തത് ശരിക്കും ഒരു കോമഡി തന്നെയാണ്. നമ്മൾ ഫിഫയിലൊക്കെ കാണുന്ന ചില ഗ്ലിച്ച് മൊമെന്റ്സ് ഇല്ല, അതുപോലെയൊക്കെ ഉണ്ടായത്. കാരണം ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു, അത് മത്തേസ് നുനസ് കൺട്രോൾ ആക്കുവാണ്. അവിടെ ആൾ കൺട്രോൾ ചെയ്തതിന് ശേഷം അടിച്ച് ഔട്ട് കളയോ അങ്ങ് ക്ലിയർ ഒക്കെ ചെയ്യായിരുന്നു. പക്ഷേ ആൾ സെൻറ്ററിലോട്ട് ഡേഞ്ചർ സോണിലോട്ട് തന്നെ നേരെ ലീഡ്സ് യുണൈറ്റഡ് പ്ലെയറിൻ്റെ കാലിലോട്ട് തന്നെ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. അതും പോട്ടെ, ലീഡ്സ് ബോൾ എടുക്കുന്നു. അവിടെ ആ ബോൾ ഇൻ ബിഹൈൻഡ് കാൽവിറ്റ് ലൂവിനെ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ബട്ട് കാൽവിറ്റ് ലൂവിനേക്കാളും മുമ്പ് അവിടെ ഗോർഡിയോളും റൂബൻ ഡിയാസും വന്ന് അത് കവർ ചെയ്തു. എസ്പെഷ്യലി ഗോർഡിയോൾ അവിടെ അത് ഗെയിം കൺട്രോൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചറിൽ കാണാൻ ആളവിടെ കൺട്രോൾ ആക്കിയൊരു ഫീലാണ്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് ഗോർഡിയോളും റൂബൻ ഡിയാസിൻ്റെയും കയ്യിൽ നിന്ന് പോയി അത് നേരെ കാൽവിറ്റ് ലൂവിൻ്റെ കാലിലോട്ട് കിട്ടുക. നമ്മളറിയത്തില്ല, അവരെ കൺട്രോൾ ചെയ്യുന്ന ബോളാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഡൊണറൂമിനെ ബീറ്റ് ചെയ്ത ആൾ ഗോൾ സ്കോർ ചെയ്യുകയാണ്. അസലൊരു ഗ്ലിച്ച് മൊമെൻ്റ് ഒക്കെ വരത്തില്ല, ഏതാണ്ട് അതുപോലെ. ആൻഡ് തൊട്ട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം അടുത്തൊരു ഗോളും ലീഡ്സ് സ്കോർ ചെയ്യുകയാണ്, അതും പെനൽറ്റിയിലൂടെ. ആൻഡ് ഇവിടെ ബോൾ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു. കാൽവിറ്റ് ലൂവിൻ അവിടെ കാൽവിറ്റ് ലൂവിനെ വന്ന ആൾ ഫൗൾ ചെയ്യുകയാണ്. ആര്, നമ്മുടെ ഗോർഡിയോൾ വന്ന് ഫൗൾ ചെയ്യുകയാണ്, പെനൽറ്റി വിൻ ചെയ്യുകയാണ്. ആൻഡ് എടുക്കുന്ന പെനൽറ്റി ഡൊണറൂമ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ റീബൗണ്ട് നേരെ അടിച്ച് കയറ്റിക്കൊണ്ട് 2-2 ഈക്വലൈസർ ആക്കുകയാണ്. ഓക്കെ, സിറ്റി കളഞ്ഞു, ബോട്ടിൽ ചെയ്തോ. ആർസണൽ ചെൽസി മാച്ച് വരാൻ പോവാണ്. സോ ആ മാച്ച് ആർസണലിലേക്കാണ്, പോയിന്റ്സ് വീണ്ടും കൂടാം. സോ ആ ഒരു കേസ് സിനാരിയോയിൽ ലാസ്റ്റ് മൊമെൻറ്റ് ഫിൽ ഫോഡൻ രക്ഷകനായി വരുവാണ്. ചെറുക്കി ഫിൽ ഫോഡൻ്റെ കാലോട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നു. ആൻഡ് ഫിൽ ഫോഡൻ 2 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്നൊരു ഷോട്ട് എടുക്കുകയാണ്. അത് ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുന്നു. 3-2 ഒരു വിന്നുമായിട്ട് സിറ്റി വരികയാണ്. ക്രൂഷ്യൽ 3 പോയിന്റ്സ് സിറ്റി എടുക്കണം. സോ സിറ്റിയുടെ കുഴപ്പം ഇതാണ്, ഫസ്റ്റ് ഹാഫ് തന്നെ ഗെയിം കില്ല് ചെയ്യാം, സെക്കൻഡ് ഹാഫ് ഡിഫെൻസീവ്ലി സിറ്റി സ്ലീപ്പ് ആവുകയാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലാ മാച്ചിലും ഇങ്ങനെ ഉണ്ട്. സിറ്റി എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സിറ്റി ഡിഫെൻസീവ്ലി ഓഫ് ആവുന്നുണ്ട് മൊമെന്റ്സ്. പലപ്പോഴും ഈ സീസൺ ഡൊണറൂമ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അങ്ങനത്തെ മൊമെന്റ്സിൽ. പക്ഷേ ഈ മാച്ചിൽ കൂടുതൽ പണിഷബിൾ ആയേനെ. പക്ഷേ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഹോമിലും കൂടെ ആയിരുന്നു അന്ന്. ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ലീഡ്സിന് അഗേൻസ്റ്റ് 3-2 വിക്ടറി നേടാനായിട്ട് സിറ്റിക്ക് സാധിച്ചു. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് എന്താവുമെന്ന്. അതുപോലെ തന്നെയാണ് ഇന്നലെ ടോട്ടൻഹാം ഹോട്ട്സ്പർ തുടർച്ചയായ 3ാം മാച്ച് ഓൾ കോമ്പറ്റീഷൻ തോറ്റിരിക്കുകയാണ്. 2-1 ഇന്നലെ ഫുള്ളാമിനോട് ഹോമിൽ ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ തോറ്റിരിക്കുന്നത്. ഒന്നും പറയാനായിട്ടില്ല, വീണ്ടും മോശം പെർഫോമൻസ്. ഇന്നലെ ഇറക്കിയ ലൈനപ്പിൽ നമ്മൾ കുറച്ച് ഒഫൻസീവ് ലൈനപ്പ് തന്നെയാണ് ഇറക്കിയത്. ഗ്രേനെയും ബെർഗ്വാളിനെയും പലീനെ സ്റ്റാർട്ട് ചെയ്തു. ബെൻഡാങ്കോർ ബെഞ്ചിലോട്ട് പോകുന്ന ഒരു സിനാരി നമ്മളുണ്ട്. പോറോയും സ്പെൻസും എല്ലാം വന്നു. കുഡൂസ് ലൈനപ്പിലോട്ട് വന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് റിച്ചുബായിനെയും നമ്മൾ കോളമോനെയൊക്കെ കണ്ടു. പക്ഷേ എന്ത് പറയാനാണ്, ഫസ്റ്റ് ഹാഫ് തന്നെ 2 ഗോളുകൾ ഇവർ കൺസീഡ് ചെയ്തു. 2 സില്ലി ഗോളുകൾ എന്ന് തന്നെ പറയാം. ഒന്നും പറയാനായിട്ടില്ല, വളരെ സില്ലി ആയിട്ടുള്ള ഗോൾ. അതിൽ എസ്പെഷ്യലി ആ 2ാമത്തെ ഗോളൊക്കെ, വിൽസൺ അടിച്ചു കയറ്റിയ ഗോളൊക്കെ, അത് വിക്കാരിയോടെ പ്യുവർ മിസ്റ്റേക്കാണ്. ആൾ കയറി വരുന്നു, ആൾക്ക് അത് അടിച്ച് ഔട്ട് കളയേണ്ട സിനാരിയായിരുന്നു. ആൾ നേരെ അത് സെൻറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് അടിച്ചോന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന പോലെ ആയിരുന്നു. അത് ഈസിലി ആൾ അടിച്ച് കയറ്റുകയാണ്. 2-0 ആക്കാണ്. സെക്കൻഡ് ഹാഫ് കുദൂസിൻ്റെ ഒരു കിടിലൻ ഗോളിലൂടെ 2-1 ആക്കി. കൂടാതെ കോളമുവാനിക്ക് ഹാട്രിക് അടിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയാണ്. സിറ്റർ മിസ്സുകളുണ്ടായിരുന്നു കോളമുവാനിയുടെ സെക്കൻഡ് ഹാഫ്. ഗെയിമിലോട്ട് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഈ മാച്ചിൽ ഓവർലി നമ്മൾ ചെന്ന് ബ്ലെയിൻ ആ തോമസ് റാങ്കിലോട്ട് കൊടുക്കത്തില്ല. കാരണം ഇതിൽ ഒഫൻസീവ്ലി ദേ ട്രൈ ടു ക്രിയേറ്റ് സംതിങ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നില്ലായിരുന്നു, ഒന്നുമില്ല എന്ന് ടോട്ടൻഹാമിൻ്റെ ഭാഗത്തുനിന്ന്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് ടോട്ടൻഹാം ശരിക്കും മേ ബി ഒരു വിക്ടറി ആയിട്ട് പോകാമായിരുന്നു. നമ്മൾ അതിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. സോ ഇന്നലെ യു ആർ ഗെറ്റിംഗ് സാക്ഡ് ഇൻ ദ മോർണിംഗ് എന്നുള്ള രീതിയിലൊക്കെ ചാൻഡൊക്കെ സ്പേഴ്സ് ഫാൻസ്
ഫ്രാങ്കിൻ്റെ മേൽ ഇട്ടിരുന്നു. സോ തോമസ് ഫ്രാങ്ക് അണ്ടർ പ്രഷർ തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എൻ്റയർലി ഇത് ഫ്രാങ്കിൻ്റെ കുഴപ്പമല്ല ടീം ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഫ്രാങ്കിനും കുഴപ്പമുണ്ട്. ഫ്രാങ്ക് ടീമിനെ അണിനിർത്തുന്നതിൽ നല്ല ഇഷ്യൂസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ എങ്ങനെ പോവുമെന്ന്. എന്തായാലും എനിക്ക് പുള്ളി ഉടനെ സാക്കാവുന്നെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പ്രീമിയർ ലീഗ് ടേബിളിൽ 5th നിൽക്കുന്ന ആസ്റ്റൺ വില്ലയും 13th നിൽക്കുന്ന ലിവർപൂളും തമ്മിൽ 3 പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ. സ്പേഴ്സ് 10th സ്പോട്ടിലോ മറ്റോ എങ്ങാണ്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. 1-2 വിക്ടറീസ് അടുപ്പിച്ച് നേടിയാൽ മതി, നേരെ ടോപ്പ് 5 വരാം. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്നു എന്നുള്ളൊരു കാര്യം പറയാം. മറ്റ് മാച്ചുകളുടെ റിവ്യൂ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും